നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാർഗ് ദ്വീപിൽ ഇറാൻ സേനയുടെ രക്തമൊഴുകും. IRGCയുടെ നട്ടല്ലൊടിച്ചിടും. ദ്വീപിൽ കയറിയാൽ അമേരിക്കൻ പട ചത്തു വീഴുമെന്ന ഇറാൻ വെല്ലുവിളിക്ക് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. പാരാ ട്രൂപ്പേഴ്സിനെ ഇറക്കി കാർഗ് പിടിച്ചെടുക്കാൻ കട്ടായം തീരുമാനത്തിലാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ സേനയെ കടന്നൽ കൂട്ടം പോലെ ആക്രമിക്കാൻ ഡ്രോൺ പട സജ്ജമാക്കി ഇറാൻ സേന. അറബിക്കടലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇരമ്പുകയാണ്. ഏപ്രിൽ 6-ന് ഇറാന്റെ ഹൃദയം പറിക്കുമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിൽ ശ്വാസമടക്കി പിടിച്ച് പശ്ചിമേഷ്യ. അമേരിക്കൻ സൈന്യം നേരിട്ട് യുദ്ധഭൂമിയിൽ ഇറങ്ങുമോ എന്നുള്ളതാണ് ചോദ്യം. കരയുദ്ധം ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. എന്നാൽ കാർഗ് പിടിച്ചെടുക്കാൻ ഒരു നീക്കം നടക്കുമ്പോൾ കരയുദ്ധം ഉണ്ടാകുമെന്ന് തന്നെ പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. കാർഗ് ദ്വീപിൽ പറന്നിറങ്ങുന്ന അമേരിക്കൻ സൈനികരെ കാത്തിരിക്കുന്നത് അപകടങ്ങളാണ്. പിടിച്ചെടുക്കുക എന്നുള്ള തീരുമാനം ഉണ്ടെങ്കിലും പക്ഷെ അതത്ര എളുപ്പമല്ല. അമേരിക്കൻ സേനയ്ക്ക് മുൻപേ ദ്വീപിൽ ഇറങ്ങാൻ ഇപ്പോൾ ഇസ്രയേലിന്റെ യഹലോം ഗ്രൂപ്പും തയ്യാറെടുക്കുന്നു. അമേരിക്കൻ പാരാ ട്രൂപ്പർമാർക്ക് കവചമൊരുക്കുകയാണ് യഹലോമിന്റെ ലക്ഷ്യം. പർവ്വതങ്ങളിലും മലയിടുക്കുകളിലും തുരങ്കങ്ങളിലും ആക്രമണം നടത്തി പരിചയമുള്ളവരാണ് യഹലോം യൂണിറ്റ്. നമുക്കറിയാം, ഹമാസിന്റെ കോട്ടകൾ, അതായത് തുരങ്ക കോട്ടകൾ തച്ച് തകർത്ത് തവിട് പൊടിയാക്കിയത് ഈ ജൂതപ്പടയായിരുന്നു. ദ്വീപിൽ ഇറാന്റെ പതിയിരിക്കുന്ന അപകടങ്ങളെ തകർത്തെറിയാൻ യഹലോം യൂണിറ്റിന് കഴിയും. അങ്ങനെയെങ്കിൽ US പടയ്ക്ക് ഒരു പാത ഒരുക്കി കൊടുക്കാനുള്ള ശ്രമമായിരിക്കും യഹലോം യൂണിറ്റ് നടത്തുക. എന്നാൽ ഈ യഹലോം യൂണിറ്റിനും അവിടെ ഇറങ്ങാൻ അത്ര എളുപ്പം കഴിയില്ല. ഇറാൻ ദ്വീപിൽ കാലുകുത്തിയാൽ അമേരിക്കൻ സൈനികരുടെ ശവപ്പറമ്പായി കാർഗ് മാറുമെന്ന് IRGC തലവന്റെ വെല്ലുവിളി. 20,000 എണ്ണ തൊഴിലാളികളെ ഇറാൻ മനുഷ്യ കവചമായി ഉപയോഗിച്ചാൽ അതിനെ അമേരിക്ക എങ്ങനെ നേരിടും? കാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് അവിടുത്തെ ടെർമിനലുകളും പൈപ്പ് ലൈനുകളും നിയന്ത്രണത്തിലാക്കിയാൽ ഇറാന്റെ പണമൊഴുക്ക് പൂർണ്ണമായും തടയാമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു. ഇതിനായി US മറീനുകളും പാരാ ട്രൂപ്പർമാരും കാർഗ് ലക്ഷ്യമാക്കി തിരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കാൻ നിശ്ചയിച്ചിരുന്ന സമയപരിധി അവസാന നിമിഷം മാറ്റി നിശ്ചയിച്ച ട്രംപ് ഏപ്രിൽ 6 വരെ സമയം നീട്ടി നൽകിയത് ചിലതൊക്കെ കണക്ക് കൂട്ടിയാണ്. ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടി ഇറങ്ങുന്നതിന് മുൻപേയുള്ള ഒരു തയ്യാറെടുപ്പ്. അതിനുവേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സമയം നീട്ടി അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇറാൻ ഇപ്പോൾ അവരുടെ ഈ സമയം നീട്ടിക്കിട്ടിയത് കൊണ്ട് തന്നെ ആയുധപ്പുരകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആയുധപ്പുരകൾ ഇറാൻ നിറച്ച് സംഭരിച്ച് സർവ്വസജ്ജമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ ആയുധപ്പുരകൾ ആക്രമിക്കാനും അമേരിക്ക ഒരു നീക്കം നടത്തിയേക്കാം. അതായത് ശക്തമായി നിൽക്കുന്ന ഇറാനെ നട്ടല്ലൊടിച്ച് താഴെ ഇടണമെങ്കിൽ അവരുടെ ആയുധപ്പുരകൾ നശിപ്പിക്കണം. അതെവിടെയാണ് എന്നുള്ളത് മുഴുവനായും കണ്ടെത്തി വരുന്നതേ ഉള്ളൂ. ആ ഒരു നീക്കവും ഇപ്പോൾ അമേരിക്കയ്ക്ക് മുൻപിലുണ്ട്. ഇസ്രയേലാണ് അത് നടപ്പിലാക്കാൻ പോകുന്നത്. എന്തായാലും വലിയൊരു നീക്കം അത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. കാർഗ് പിടിച്ചെടുത്ത് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുക എന്നത് മാത്രമല്ല അമേരിക്കയുടെ കണക്കുകൂട്ടൽ. അവിടുത്തെ എണ്ണയിലാണ് ട്രംപിന്റെ കണ്ണുള്ളത്. എന്നാൽ കാർഗ് ദ്വീപിൽ കൈവയ്ക്കാൻ അമേരിക്ക പടയെ അയക്കുമ്പോൾ തിരികെ അവരുടെ ശവമായിരിക്കും കൊണ്ടുപോകുക എന്ന് ഇറാൻ വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളിയെ അത്ര നിസ്സാരമായി കാണണ്ട. കാര്യം, ഈ പറയുന്നത് പോലെ ഒരു കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുത്താൽ മേൽക്കൈ അത് ഇറാനാണ്. കാരണം ഇറാന് 10 ലക്ഷത്തോളം സൈന്യം സർവ്വസജ്ജമായി നിൽക്കുകയാണ്. കാർഗ് ദ്വീപിൽ ട്രംപിന്റെ കണ്ണ് പതിഞ്ഞപ്പോൾ തന്നെ ഇറാൻ സർവ്വസജ്ജരായിട്ടാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, മുൻപ് പറഞ്ഞതുപോലെ പാരിസ്ഥിതികമായി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മലമടക്കുകളും പർവ്വതങ്ങളും തുരങ്കങ്ങളും ഒക്കെ ഇറാന് വലിയ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഇരുന്നു കൊണ്ട് കരയുദ്ധത്തിനിറങ്ങുന്ന അമേരിക്കൻ പടയാളികളെ കൊന്നൊടുക്കാൻ ഇറാന് കഴിയും. ഇത് തന്നെയാണ് ഇറാൻ പറയുന്നത്. നിങ്ങൾ ഒരു കരയുദ്ധം തുടങ്ങി വെച്ചാൽ ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന്. യുദ്ധം തുടങ്ങിയത് നിങ്ങളായിരിക്കും, പക്ഷേ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നുള്ള ഇറാന്റെ വെല്ലുവിളിക്ക് പിന്നിൽ ആ ഒരു വലിയ ധൈര്യമാണ്. അതായത് ഒരു കരയുദ്ധം ഉണ്ടായാൽ അതിനെ ഞങ്ങൾ നേരിടും, അമേരിക്കൻ പടയെ ഞങ്ങൾ കൊന്നൊടുക്കും എന്നുള്ള വെറി പിടിച്ചു നിൽക്കുകയാണ് ഇറാൻ.
കടുത്ത നിലപാടുകാരനായ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ നേതൃത്വത്തിൽ ഖാർഗ് പിടിക്കാനുള്ള നീക്കം വലിയ തോതിലുള്ള ജീവഹാനിക്ക് വഴിവെക്കുമെന്ന് യുദ്ധവിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്കയിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വർഷമാണിത്. നിലവിൽ വോട്ടർമാർക്കിടയിൽ ഈ യുദ്ധത്തിന് വലിയ പിന്തുണയില്ല എന്നതും ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഏകദേശം 8 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഈ ദ്വീപിനെ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഇവോ ജിമ ദ്വീപിനോടാണ് വിദഗ്ധർ ഉപമിക്കുന്നത്. ജപ്പാനുമായുള്ള ആ യുദ്ധത്തിൽ 7000 US മറീനുകൾ കൊല്ലപ്പെടുകയും 20,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഖാർഗ് ദ്വീപിൽ ആഴക്കടൽ തുറമുഖവും വിമാനത്താവളവും മത്ല ഉൽ ഫജർ റഡാർ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി സൈനിക കേന്ദ്രങ്ങളുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ ദ്വീപിന് നേരെ അമേരിക്ക ശക്തമായ ബോംബ് ആക്രമണം നടത്തിയെങ്കിലും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെ ഇതുവരെ ലക്ഷ്യം വെച്ചിട്ടില്ല. റവല്യൂഷണറി ഗാർഡ്സിന്റെ കാവലിൽ ഏകദേശം 20,000-ഓളം എണ്ണ തൊഴിലാളികൾ ഇവിടെയുണ്ട്. യുദ്ധമുണ്ടായാൽ ഈ സാധാരണ മനുഷ്യരെ ഇറാൻ കവചമായി ഉപയോഗിക്കാം. രാജ്യത്തിനു വേണ്ടി സ്വന്തം പൗരന്മാരെ കൂട്ടക്കുരുതിക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഇറാന്റെ പക്ഷം. ഇസ്രയേലി തിങ്ക് ടാങ്കായ അൽമ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ സെന്റർ നൽകുന്ന വിവരമനുസരിച്ച് ഇറാന്റെ കൈവശം 1000-ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്. 9 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യത്തുടനീളം വീടുകളിലെ ഗാരേജുകളിലും അടുക്കളകളിലും പോലും പ്രവർത്തിക്കുന്ന ചെറുകിട ഫാക്ടറികളിൽ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഇറാന്റെ ഒരു ഡ്രോൺ ശക്തിയാണ്. ഈ പറയുന്ന ഇസ്രയേലിന്റെ മർമ്മപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത് ഈ വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചാണ്. ഈ പറയുന്ന ഖാർഗ് ദ്വീപിലേക്ക് പാരാ ട്രൂപ്പർമാർ പറന്നിറങ്ങുമ്പോൾ അവരെ ഡ്രോണുകൾ, അതായത് ഒരു കടന്നൽ കൂട്ടം ഇളകുന്നത് പോലെ ഡ്രോണുകളെ പറത്താനാണ് ഇറാൻ സേന ലക്ഷ്യമിടുന്നത്. അവരെ കൊത്തിപ്പറിക്കും ഈ ഡ്രോണുകൾ എന്ന് ഇറാന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കരയുദ്ധവുമായിട്ട് വന്നോളൂ എന്ന് പറയുന്നത്. എന്നാൽ ഇതൊക്കെ അറിയാവുന്ന ട്രംപ് മറ്റെന്തൊക്കെയോ ആണ് കണക്ക് കൂട്ടുന്നത്. പാരാ ട്രൂപ്പർമാരെ ഇറക്കി കരയുദ്ധം തുടങ്ങുമെന്നും സേനയെ കൂടുതൽ അയക്കുമെന്ന് അമേരിക്ക പറയുമ്പോഴും അമേരിക്ക അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അവിടെയാണ് എന്തോ ഒരു പ്ലാൻ ബി അത് അമേരിക്കയ്ക്കുണ്ട്. ഒരു വശത്തുകൂടി ഞങ്ങൾ കരയുദ്ധം തുടങ്ങുന്നു, പാരാ ട്രൂപ്പർമാരെ അയക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റൊരു വഴിക്കൂടെ വേറെന്തോ ഒരു പ്ലാനാണ് അമേരിക്കയുടെ മനസ്സിലുള്ളത്, ട്രംപിന്റെ ഉള്ളിലുള്ളത് എന്ന് യുദ്ധ വിദഗ്ധർ പറയുന്നുണ്ട്. ഇറാന്റെ ഗൾഫ് തീരപ്രദേശം മലനിരകളാൽ നിറഞ്ഞതാണ്. ഇത് താഴെയുള്ള കപ്പലുകളെ എളുപ്പത്തിൽ ലക്ഷ്യം വയ്ക്കാൻ ഇറാനെ സഹായിക്കും. 1915-ലെ ഗല്ലിപോളിയിലും 1944-ലെ അൻസിയോയിലും നടന്ന ലോകമഹായുദ്ധ പോരാട്ടങ്ങളിൽ ഇത്തരം ഭൂപ്രകൃതി എത്രത്തോളം അപകടകരമാണെന്ന് സഖ്യകക്ഷികൾ തിരിച്ചറിഞ്ഞതാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുന്നവർക്ക് മേൽക്കൈ ലഭിക്കുന്നത് വലിയ തോതിലുള്ള ജീവഹാനിക്ക് കാരണമാകും. ഖാർഗ് ദ്വീപിലും റോക്കറ്റ് ലോഞ്ചറുകളും പീരങ്കികളുമായി ഇറാൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. യുദ്ധത്തിനു മുൻപ് 5,80,000 സൈനികരായിരുന്നു ഇറാന്റെ റെഗുലർ ആർമിയിലുണ്ടായിരുന്നത്. റവല്യൂഷണറി ഗാർഡ്സിൽ 1.9 ലക്ഷം പേരുണ്ട്. ദശലക്ഷക്കണക്കിന് റിസർവ് സൈനികർക്ക് സൈനിക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ആയുധങ്ങൾ പലതും തകർക്കപ്പെട്ടുവെങ്കിലും യുദ്ധത്തിനു മുൻപ് 1500-ഓളം ടാങ്കുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. അത്യാധുനിക M4A1 കാർബൈനുകളും നാറ്റോ നിലവാരത്തിലുള്ള വെടിയുണ്ടകളും ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ലഭിച്ച US നിർമ്മിത ആയുധങ്ങളും സോവിയറ്റ് കാലത്തെ കരുത്തുറ്റ കലാഷ്നിക്കോവ് റൈഫിളുകളും ഇറാന്റെ കരുത്താണ്. ഖാർഗ് ദ്വീപിൽ ഒരു വ്യോമാക്രമണത്തിന് അമേരിക്ക മുതിരുകയാണെങ്കിൽ പ്രതിരോധം എന്ന നിലയിൽ 1.8 കോടി ബാരൽ എണ്ണ സംഭരിക്കാൻ ശേഷിയുള്ള ടാങ്കുകൾക്ക് ഇറാൻ തീയിട്ടേക്കാം. ഇത് പ്രദേശം മുഴുവൻ കറുത്ത പുകപടലങ്ങളാൽ മൂടാൻ കാരണമാകും. ഹെലികോപ്റ്റർ വഴിയോ പാരച്യൂട്ട് വഴിയോ ഉള്ള സൈനിക നീക്കങ്ങളെ ഇത് സങ്കീർണമാക്കും. ഈ തടസ്സം താൽക്കാലികമാണെങ്കിലും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആഘാതം അത് അളവില്ലാത്തതാണ്. പ്രത്യേകിച്ച് ഇറാനിയൻ എണ്ണയെ ഇപ്പോഴും ആശ്രയിക്കുന്ന ചൈനയെയും ഇന്ത്യയെയും പോലുള്ള മറ്റ് രാജ്യങ്ങളെ ഇത് സാരമായി ബാധിക്കും. ഖാർഗ് ദ്വീപിലെ പ്രതിരോധം തകർക്കാൻ നീണ്ടു നിൽക്കുന്ന ബോംബാക്രമണം നടത്തിയാൽ അമേരിക്കൻ മറീനുകൾക്കും പാരാ ട്രൂപ്പർമാർക്കും കരയിൽ ഇറങ്ങുന്നത് എളുപ്പമാകും. പാരാ ട്രൂപ്പർമാരെ ഇറക്കുമ്പോൾ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും വേഗത കുറയ്ക്കേണ്ടി വരുന്നത് ഇറാന്റെ ക്രൂയിസ് മിസൈലുകൾക്ക് അവയെ എളുപ്പത്തിൽ ലക്ഷ്യം വയ്ക്കാൻ അവസരമൊരുക്കും.
കൂടാതെ തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളുമായി കാത്തിരിക്കുന്ന ഇറാൻ സൈനികർ അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ തകർത്തെറിയും. പാരച്യൂട്ടിൽ താഴേക്ക് വരുന്ന സൈനികരെ ലക്ഷ്യം വയ്ക്കാൻ ഫസ്റ്റ് പേഴ്സൺ ഡ്രോണുകൾ ഇറാൻ ഉപയോഗിച്ചേക്കാം. 82ാം എയർബോൺ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ഒരു ആത്മഹത്യാ ദൗത്യമായി മാറിയേക്കാമെന്നാണ് ചില സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. യുക്രൈനിലെ റഷ്യൻ യുദ്ധത്തിലേതിന് സമാനമായ രക്തച്ചൊരിച്ചിലിന് ഇവിടെ സാധ്യതയുണ്ട്. സാങ്കേതികമായ മേധാവിത്വം അമേരിക്കയ്ക്കുണ്ടെങ്കിലും മുഖാമുഖം നടക്കുന്ന പോരാട്ടങ്ങളിൽ അത് എപ്പോഴും ഗുണകരമാകണമെന്നില്ല. വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോയെ പിടികൂടാൻ ഉപയോഗിച്ച അത്യാധുനിക ഡിസോറിയന്റേഷൻ ആയുധങ്ങൾ ഒരു കെട്ടിടത്തിന് ചുറ്റും മാത്രമേ ഫലപ്രദമാകൂ. മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ അവയ്ക്ക് പരിമിതികളേറെയാണ്. ആധുനിക ബോഡി ആർമറുകൾ ധരിച്ചാലും തൊട്ടടുത്തു നിന്നുള്ള വെടിയുണ്ടകളും ബോംബ് ചില്ലുകളും അമേരിക്കൻ സൈനികർക്ക് മാരകമായേക്കാം. അതായത് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമെന്നുള്ളതാണ് സാരം. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പരിക്കേറ്റ സൈനികരെ രക്ഷിക്കാൻ സുരക്ഷിതമായ സൈനിക ആശുപത്രികൾ സജ്ജമാക്കാൻ സഖ്യകക്ഷികൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ കാർഗ് ദ്വീപിന്റെ ഭൂപ്രകൃതിയും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളും കാരണം പരിക്കേറ്റവരെ അവിടെ നിന്ന് പുറത്തെത്തിക്കുക എന്നത് ആത്മഹത്യാപരമായിരിക്കും. രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന ഹെലികോപ്റ്ററുകളും മെഡിക്കൽ സംഘങ്ങളും ഇറാന്റെ റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങൾക്കിരയാകാൻ സാധ്യതയുണ്ട്. ഇത് മരണസംഖ്യ കുത്തനെ ഉയർത്തും. അമേരിക്കൻ സൈന്യം ദ്വീപ് പിടിച്ചെടുത്താലും അത് കൈവശം വയ്ക്കുക എന്നതും അഗ്നിപരീക്ഷണമാണ്. ഇറാന്റെ പ്രധാന ഭൂപ്രദേശത്ത് നിന്നുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇടതടവില്ലാതെ തുടരും. യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ റഷ്യ പിടിച്ചെടുത്ത സ്നേക്ക് ഐലൻഡ് ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് അവർക്ക് പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നത് ഇതിന് ഉദാഹരണമാണ്. സൈനികരെയാണ് പ്രാഥമികമായി വിന്യസിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറാൻ ഇതിലും വലിയൊരു സൈന്യം ആവശ്യമായി വരും. 2003 ഇറാഖ് അധിനിവേശത്തിന് 1.6 ലക്ഷം സൈനികർ വേണ്ടി വന്നിരുന്നു. ഇവിടെ അമേരിക്ക കണക്ക് കൂട്ടുന്നത് ഒരു കരയുദ്ധത്തിനാകാൻ ഒരു സാധ്യതയുമില്ല. കരയുദ്ധം ഉണ്ടാകും എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി ഉണ്ടാക്കും. കാരണം സൈനികർ കൊല്ലപ്പെട്ടാൽ രാജ്യത്ത് ചോദ്യങ്ങൾ ട്രംപിന് നേരെ ഉയരും. കാർഗ് ദ്വീപിന് നേരെയുള്ള ഈ നീക്കം ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്നും സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ മറ്റു ദ്വീപുകളാകാം ഒരുപക്ഷെ അമേരിക്ക യഥാർത്ഥമായി ലക്ഷ്യം വെക്കുന്നത്. കാർഗ് ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ സൈന്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കാർഗിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പറയുന്ന മറ്റ് ദ്വീപുകളെ ആക്രമിക്കാനായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക കണക്ക് കൂട്ടുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഖേഷം, ലാറക്ക് എന്നീ ദ്വീപുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇറാൻ തങ്ങൾക്ക് താല്പര്യമുള്ള കപ്പലുകളെ മാത്രം കടത്തിവിട്ട് സമ്പാദിക്കുന്ന വൻ തുക തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കും. ഡെൽറ്റ ഫോഴ്സ്, നേവി സീൽസ് തുടങ്ങിയ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സുകളെ ഉപയോഗിച്ച് ഇറാന്റെ തീരദേശ പ്രതിരോധ നിയന്ത്രണ കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്തിയേക്കാം. കൂടാതെ 1971 മുതൽ ഇറാൻ കൈവശം വെച്ചിരിക്കുന്ന അബു മൂസ, തുമ്പ് ദ്വീപുകൾ മോചിപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ UAE സൈന്യം അമേരിക്കയെ സഹായിക്കാൻ മുന്നോട്ട് വന്നേക്കും. എന്തായാലും അമേരിക്കയുടെ മനസ്സിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഉള്ളിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.